ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും തുണി കൊണ്ട് എങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൻ്റെ ഒരു കട്ടിയുള്ള തുണിയാണ്. പെന്നുകൊണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് വരച്ച് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ. എപ്പോഴും കോട്ടൺ തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. പോളിസ്റ്റർ ആകുമ്പോൾ സിമൻറ്റ് അതിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. തുണി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടി ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല. സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏത് ഷേപ്പിലായാലും അത് നമ്മൾ ഗ്രൗട്ടിൽ മുക്കി അതിലിടുമ്പോഴേക്കും അതിന് പ്രത്യേകമായിട്ടൊരു ഷേപ്പ് വരുന്നതാണ്. റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഇനി ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിന് ജസ്റ്റ് സെൻറ്റർ എടുത്ത് പിടിച്ചിട്ട് കത്രിക കൊണ്ട് നമുക്ക് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി കൊടുക്കാം. ഇത് വെള്ളം പോവാനാണ്. ചട്ടിയിൽ നിന്നും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തുണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാത്രമാണ് ഞാനിവിടെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബക്കറ്റോ ചട്ടിയോ എന്ത് വേണേലും ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന ആ മോൾഡ് നന്നായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സിമൻറ്റ് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നിൽക്കും. നമ്മൾ ചട്ടി ഉണ്ടാക്കി ലാസ്റ്റ് അത് ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോരാനും ഇത് സഹായകമാകും. അപ്പം നമ്മുടെ മോൾഡ് ഇവിടെ ശരിയായിട്ടുണ്ട്. മുകളിൽ ഒരു മോൾഡ് വെച്ച് അടിയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റേത് പഴയ ബക്കറ്റാണ്. നിങ്ങളത് പുതിയതാണെങ്കിൽ അതും ഇത് മുകളിൽ ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയെടുക്കുന്നത് നല്ലതാണ്. ഇത് 5 രൂപയുടെ 1/2 കിലോ സിമൻ്റാണ്. ഇത് നല്ല കുഴമ്പ് രൂപമാകും വരെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറഞ്ഞു പോയാലും വെള്ളം അധികമായാലും നമ്മുടെ ചട്ടിക്ക് പെർഫെക്ഷൻ കിട്ടില്ല. ഈ പരുവം തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. സിമൻറ്റ് ഗ്രൗട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള തുണി വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് റെഡി ആയിട്ട് വെച്ചിരിക്കുന്ന സിമൻറ്റ് ഗ്രൗട്ടിലേക്ക് നന്നായിട്ട് സിമൻറ്റ് ഗ്രൗട്ടും തുണിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഗ്രൗട്ട് മുഴുവൻ തുണിയിലേക്ക് ആവും വിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രൗട്ട് മുഴുവൻ തുണിയിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബക്കറ്റിൻ്റെ മുകളിലേക്ക് ഈ തുണി ഇട്ട് കൊടുക്കാം. ഇതോടെ നമ്മുടെ ചട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഞെറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചട്ടി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ബാക്കി ഇത്തിരി ഗ്രൗട്ട് വന്നപ്പോൾ തുണി ഇട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടി ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ബക്കറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണാൻ ചട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി
കുറച്ച് സിമൻറ്റ് പൊടി എടുത്തിട്ട് അതിൽ കാവി മിക്സ് ചെയ്ത് ഒരു കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ചട്ടിക്ക് നല്ല ഭംഗിയും കട്ടിയും ഉറപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പെയിൻറ് അടിച്ചു കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ആഹാ, നമ്മുടെ ചട്ടി നല്ല അടിപൊളി ആയിട്ടുണ്ട്. 5 രൂപ മുതൽ മുടക്കിൽ നല്ല 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ചട്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ കടലാസ് പൂവാണ് വെച്ചിട്ടിരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇതൊക്കെ തുണി കൊണ്ട് ഉണ്ടാക്കിയ ചട്ടിയാണ്, അതിന് കാവി പെയിന്റ് അടിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ചായി, ഒന്നും സംഭവിച്ചിട്ടില്ല, യാതൊരു കേടുപാടും ഇതിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.